അച്ഛനമ്മമാരുടെ കൃഷ്ണനോടുള്ള അനുരാഗം കണ്ടപ്പോൾ ഉദ്ധവരാലോചിച്ചു, പരമപുരുഷനായിട്ടുള്ള ആളാണ് കൃഷ്ണൻ ഇന്ന് ഇവർക്ക് അറിയുണ്ടാവില്ല. ഇവർ വിചാരിച്ചത് കൃഷ്ണനൊരു ഉണ്ണി വലിയ കേമത്വങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഭാഗ്യം ചെയ്തവരെ അല്ലേ നന്ദഗോപരെ, അമ്മേ യശോദേ, നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ശ്ലാഘിക്കപ്പെടേണ്ടവരാണ്. കാരണം ജഗദ്ഗുരുവായ നാരായണനിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബുദ്ധി ഉണ്ടായില്ലേ? അദ്ദേഹം ആരാന്നറിയോ? ഈ വിശ്വത്തിൻ്റെ മുഴുവനും ആധാര ബീജമാണ്. പ്രകൃതിക്ക് പരനായ പുരുഷനാണ്. യാതൊരാളെക്കുറിച്ച് പ്രാണൻ പോകുന്ന സമയത്ത് ഒന്നും ഓർക്കാൻ സാധിക്കണമെന്ന് യോഗികൾ വിചാരിക്കണോ? അങ്ങനെയുള്ള പരബ്രഹ്മമാണ് കൃഷ്ണൻ. ആ കൃഷ്ണനിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രേമം ചെയ്യാൻ സാധിച്ചില്ലേ? നിങ്ങൾക്ക് ഇനി എന്ത് സുഹൃത ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? ഈ ലോകത്ത് നിങ്ങളെപ്പോലെ സുഹൃതം ചെയ്തവരായിട്ട് കിംവാവശിഷ്ടം യുവയോ സുഹൃത്യം, നിങ്ങൾക്കിനി ചെയ്യാൻ ഈ ജന്മത്തിലൊരു സുഹൃതവും ബാക്കിയില്ല. വിഷമിക്കണ്ട. ആഗമിഷ്യത്യദീർഘേണ കാലേന വ്രജമച്യുത, ഭഗവാൻ ഇവർക്ക് വരും, നിങ്ങൾക്ക് പ്രിയം ചെയ്യും. ഇങ്ങനെ ഭഗവാൻ സുഖമായിരിക്കുന്നു, വിഷമൊന്നുമില്ലാണ്ടിരിക്കും.